എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാവിലെ എഴുന്നേറ്റ് പടി ഇന്ദ്രൻ അവിടെ കിടന്ന് അലറുവാണ്. അമ്മയെന്നും പഠിച്ചു കിടന്ന് അലറി കഴിഞ്ഞപ്പോഴത്തേനും രാജലക്ഷ്മി വന്നിട്ട് ചോദിച്ചു, എന്താടാ മോനെ, എന്താ കാര്യം എന്ന് ചോദിക്കാം. അമ്മ ഇങ്ങോട്ട് വരാൻ പറയണ. കാര്യം എന്താടാന്ന് ചോദിക്കാം. അമ്മ എന്റെ മുറിയിൽ ഇന്ന് ലാപ്ടോപ്പും പെൻഡ്രൈവും കണ്ടോന്ന് ചോദിക്കാം. ഞാനും കണ്ടില്ല, സത്യം പറയാമ അമ്മ എടുത്തില്ലേന്ന് ചോദിക്കാം. എടാ ഞാൻ എന്തിനാ നിന്റെ ലാപ്ടോപ്പും പെൻഡ്രൈവും എടുക്കുന്നേ, അതുകൊണ്ട് എനിക്ക് എന്താ ഗുണം ഇരിക്കണമെന്ന് ചോദിക്കാം. പിന്നെ അതവിടെ വെച്ച് എവിടെ പോയി എന്ന് ചോദിക്കുക. എനിക്കറിയില്ല എന്റെ എന്തിനാ, നീ അവിടെ നോക്കാൻ പറയണം. അപ്പൊ വിശ്വ ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഇന്ദ്രൻ വിശ്വത്തെ കടന്ന് വിശ്വത്തിന്റെ അടുത്തേക്ക് വരുവാണ്. എടാ നീ അത് എടുത്തോന്ന് ചോദിക്കണം. ഞാനെന്തിനാ ഏട്ടന്റെ ലാപ്ടോപ്പും പെൻഡ്രൈവും എടുക്കും, ഞാൻ എടുത്തില്ല എന്ന് പറയാ. സത്യം പറ, നീ എടുത്തിട്ടുണ്ട്, നീ എടുക്കാതെ അത് ഒരിടത്തേക്കും പോയില്ല എന്ന് പറയാം. ദേട്ടാ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. എടാ നീ എടുത്തു, എനിക്കറിയാന്ന് പറഞ്ഞ് അവനെ അങ്ങ് പിടിച്ചു എഴുന്നേപ്പിക്കണം. സത്യം പറ, നീ അത് എവിടെയാ കൊണ്ടേ വെച്ചതെന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവസാനം വിശ്വം പറഞ്ഞു, അതെ ഞാൻ എടുത്തു കണക്കായി പോയെന്ന് പറയണം. എടാ മര്യാദയ്ക്ക് തിരിച്ചു വന്നാളം പറയാം, തിരിച്ചു തരാൻ സൗകര്യമില്ല, ഏട്ടൻ എന്നെ അയ്യോ. അതെ മതിയില്ലേ ഏട്ടന്റെ കളികളൊക്കെ, നീ പല്ലവി ചേച്ചിനെ ദ്രോഹിച്ച മതിയായില്ലേ, ഇനിയെങ്കിലും ഏട്ടനെ നിർത്തിക്കൂടാന്ന് ചോദിക്കാം. ഇത് കേട്ട് ഇന്ദ്രൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പല്ലവി ചേച്ചിയോ, ഏതാണ് നിന്റെ പല്ലവി ചേച്ചി? എടാ കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ എന്റെ തലയും തല്ലിപ്പൊടിച്ച് അവൾ എവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ, എന്നിട്ടാണോ നിനക്ക് അവള് ചേച്ചിയായത്? അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ദ്രന്റെ കാരണോ പല്ലവി ചേച്ചി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അതിന് പല്ലവി ചേച്ചിനെ കുറ്റം പറയേണ്ട കാര്യമില്ല, സ്വഭാവം ആദ്യം ശരിയാക്കാൻ നോക്ക്. അതെ എന്റെ സ്വഭാവം നീ ശരിയാക്കാൻ പറയണ്ട, ആദ്യം നീ എടുത്ത ലാപ്ടോപ്പ് ഇങ്ങോട്ട് തരാൻ നോക്കാൻ പറയണം. ലാപ്ടോപ്പ് തരത്തില്ല, ആ പെൻ ഡ്രൈവും തരാൻ പോകുന്നില്ലെന്ന് പറയാം. ആഹാ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണോ? പാപത്തിന്റെ ശമ്പളം മരണമാന്ന് കേട്ടിട്ടില്ലേ, തന്നോ നീ വിശ്വ, അല്ലെങ്കിൽ നീ ഞാൻ കൊല്ലൂന്ന് പറയണം. ആഹാ അന്ന് ഒന്ന് കൊന്നേന്ന് കാണട്ടെന്ന് പറയാം, മരിക്കാൻ എനിക്ക് വലിയ മടിയൊന്നും ഇല്ലെന്ന് പറയണം. അപ്പോഴേക്കും രാജലക്ഷ്മി വന്നിട്ട് പറഞ്ഞു, എന്താ രണ്ടുപേരും കൂടെ പോരു പോയിനപ്പോലെ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോന്ന് ചോദിക്കാം. ഇന്ന് ഞാനിവിടെ കൊല്ലൂന്നും പറഞ്ഞുകൊണ്ട് എന്താ വിശ്വത്തിന്റെ കോടർ അങ്ങോട്ട് കയറി കുത്തിപ്പിടിച്ച് കഴുത്തിന് പിടിക്കാൻ തുടങ്ങണം. പെട്ടെന്ന് രാജലക്ഷ്മി ഇടയ്ക്കിലേക്ക് കയറി ഒന്നും വിടാൻ പറയണം. വിട്ടില്ല. അങ്ങനെ അവിടെ കിടന്ന് മലിപ്പെടുത്തുമായി. അവസാനം ഒരു വിധത്തിൽ രാജലക്ഷ്മി പിടി അങ്ങോട്ട് വിടിയിക്കുക. പക്ഷെ ഇന്ദ്രൻ വിട്ടുകൊടുക്കാണ്ട് ഭാവിച്ചില്ല. ഇന്ദ്രൻ വീണ്ടും വന്ന് അടിക്കാനായിട്ട് തുടങ്ങുകയാണ് വിശ്വത്തിനെ. വിശ്വം എന്ത് ചെയ്യണം, ആ കയ്യേലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. കയ്യേലേക്ക് അങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, അതെ ചെയ്യാത്ത തെറ്റിന് എന്റെ മേലെ കുറ്റം ആരോപിച്ചാണ്ടല്ലോ, അത് മാത്രമല്ല ആ ലാപ്ടോപ്പിനകത്ത് എന്താ ഉള്ളതെന്നൊക്കെ ഏട്ടൻ നന്നായിട്ടറിയാം. ഏട്ടൻ അത് വെച്ച് പല്ലവി ചേച്ചിനെ മനഃപൂർവ്വം ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഒരിക്കലും അത് നടക്കില്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല എന്ന് പറയാം. ഓ നിനക്ക് അത്രയ്ക്ക് സ്നേഹമാണോ, അന്ന് നിന്നെ കാണിച്ചു തരാന്ന് പറഞ്ഞ് വീണ്ടും തല്ലാന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. കയ്യിൽ നിന്ന് വിട്ടില്ല. പിന്നീട് അവിടെ കിടന്ന് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും വിശ്വം പിടിച്ചൊരു തള്ളു കൊടുത്തു. ഇന്ദ്രൻ അങ്ങോട്ട് പോയി വീഴാൻ തുടങ്ങി. പെട്ടെന്ന് ഇന്ദ്രൻ ഒരു ചെയറും കൊടുത്തു. ആ ചെയർ എടുത്തുകൊണ്ടെന്ന് വിശ്വത്തെ അടിക്കാണ്ട് തുടങ്ങുകയാണ്. ഇത് കേട്ടപ്പോ രാജലക്ഷ്മി അലറി വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്താണ് കാണിക്കണം ചോദിച്ചിട്ട് ആ ചെയറിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുക. ഒരു വിധത്തിൽ ആ ചെയറങ്ങ് മേടിച്ചു വെച്ചു. എടാ ഇന്ദ്ര നിനക്കിത് എന്താന്ന് ചോദിക്കുകയാണ്. വിശ്വം പറഞ്ഞു, ഏട്ടന് ഭ്രാന്ത് അല്ലാതെ എന്താ, ഏട്ടൻ കാണിച്ചു കൂട്ടുന്നുണ്ടോ? ഏട്ടന്റെ സ്വഭാവമൊക്കെ അവിടെ എടുത്താൽ മതി, പിന്നെ കൊല്ലാനാന്നും പറഞ്ഞുകൊണ്ട് എന്റെ പറയാൻ നടന്നിട്ടുണ്ടെന്ന് ഒരു കാര്യമില്ലെന്ന് പറയണം. എടാ ഈ ഇന്ദ്രൻ കൊല്ലൂന്ന് പറഞ്ഞാൽ കൊല്ലൂടാന്ന് പറയണം. അതെ ഇങ്ങോട്ട് വാ, കൊല്ലം ഞാൻ നിന്ന് തരാം എന്ന് പറയണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് വിശ്വം അങ്ങോട്ട് പോവാണ്. രാജലക്ഷ്മി എന്റെ ഭഗവാനെ എന്തൊക്കെയായി കേൾക്കണ. പിന്നീട് നേരെ ഇന്ദ്രന്റെ അടുത്ത് നിന്നിട്ട്, എന്താടാ ഇന്ദ്രൻ ഇതൊക്കെ, ആ ലാപ്ടോപ്പിനകത്ത് നീ എന്താ സൂക്ഷിച്ചു വെച്ചേക്കുന്നേ, നീ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് ചോദിക്കാം. ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ചെയ്തു വെക്കാൻ പോകുന്നുള്ളൂ, ഞാൻ ആരാന്ന് ഞാൻ എല്ലാത്തിനും കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയണം. പിന്നീട് ശോഭയും മാഷും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സേതുവിന്റെ ഫോൺ കോൾ വരുന്നത്. സേതു വിളിച്ചിട്ട് പറഞ്ഞു, അതെ മാഷെ ആ ന്യൂസ് ഒന്ന് വെച്ച് നോക്കാൻ പറയണം. ന്യൂസിനകത്ത് എന്താ പ്രത്യേകത, മാഷൊന്ന് വെച്ച് നോക്ക്. അങ്ങനെ മാഷ് പോയി ന്യൂസ് വെച്ച് നോക്കുമ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ ന്യൂസിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കണേ. കാരണം ഇംഗ്ലീഷ് സാഹിത്യത്തിനുള്ള വിദേശ ഫെലോഷിപ്പ് പല്ലവിക്ക് കിട്ടിയെന്നുള്ള വാർത്ത ഇത് കേട്ട് മാഷിന് ഭയങ്കര സന്തോഷമായി. അപ്പൊ ആ ന്യൂസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശോഭനെ വിളിച്ചിട്ട് പറഞ്ഞു, ശോഭ എങ്ങ് നോക്കാൻ പറഞ്ഞു. ശോഭയെ കണ്ടു. ശോഭയ്ക്ക് സന്തോഷം. മാഷ് പറഞ്ഞു, പല്ലിയോട് കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ഫെലോഷിപ്പ്, എന്താളും അവൾ ഉദ്ദേശം നേടിയെടുത്തു. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവിടെ ഒന്ന് പോയി കണ്ടിട്ട് വരാന്ന് പറയണേ. ഞാനും കൂടെ വരാൻ മാഷേന്ന് പറയണേ. വേണ്ട ഞാൻ പോയിട്ട് വരാം, അല്ലെങ്കിൽ തന്നെ അങ്ങോട്ട് ചെല്ലുന്ന അവിടെ ആർക്കും ഇഷ്ടപ്പെടില്ല, ആ ഹൃദയക്കൊന്നും ഇഷ്ടപ്പെടില്ല, വെറുതെ എന്തിനാ, ഞാൻ തന്നെ പോയിട്ട് വരാന്ന് പറയണം. അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരം മേടിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ട് മാഷ് റെഡിയാവാണ്. ഈ സമയത്ത് പൊന്നുമടത്തില് പല്ലവിക്ക് ഭയങ്കര സന്തോഷമാണ്. പല്ലവി ലഡു ഒക്കെ എടുത്ത് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അച്ഛനോട് പറഞ്ഞ് ലഡു എടുക്കാൻ പറയണം. ലഡു എടുത്തിട്ട് അച്ഛൻ കൺഗ്രാസ് പറയുന്നുണ്ട്. പിന്നീട് ബേബിച്ചേച്ചിയുടെ അടുത്ത് വന്നപ്പോ ബേബിച്ചേച്ചി ചോദിച്ചു, എന്തിനാ മോളെ ലഡു? അതെ എനിക്കൊരു ഫെലോഷിപ്പ് കിട്ടിയെന്ന് പറയണം. അതെന്താ ഷിപ്പാ മോളെ? എനിക്ക് ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പൽ എന്നൊക്കെ അറിയത്തുള്ളൂ പറയാം.
ഇത് പഠിക്കാനുള്ളതിന്റെ ഒരു ഇതാന്ന് പറയണം. ഓ അങ്ങനെയല്ലേ, എന്നാ ശരിയെന്ന് പറഞ്ഞ് ബേബി ചേച്ചി എടുത്തു. അപ്പോഴേക്കും പൂർണിമ വന്നു. പൂർണിമ കൺഗ്രാസ് ഒക്കെ പറയുന്നുണ്ട്. ഋതിക സ്വാതി അപ്പോഴാണ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പൊ അവരുടെ അടുത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും സ്വാതി പറഞ്ഞു, ഓ ഒരു ഫെലോഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞ് എന്തൊരു വലിയ സന്തോഷമാന്ന് നോക്കി. പൈസ കൊടുത്ത ആർക്ക് വേണം ഇതൊക്കെ കിട്ടും, സ്വാധീനം ഉണ്ടാക്കി കിട്ടുന്ന ഒരു കാര്യമെന്ന് പറയണം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, അതെ ഞാൻ അങ്ങനെയൊന്നും അല്ല, മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടിയതെന്ന് പറയാം. ഇനിയിപ്പൊ അത് പറഞ്ഞാൽ മതിയല്ലോ എന്ന് ഋതിക പറയാണ്. അവനവന് ഓരോ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് ഓരോ നേടിയെടുത്തിട്ട് എന്നിട്ട് വലിയ സന്തോഷം അഭിനയിക്കും എല്ലാവരുടെ മുന്നില്. ഇതൊക്കെ ആർക്കും കിട്ടില്ലെന്ന എല്ലാവരുടെയും വിചാരം. ആദ്യമായിട്ട് കിട്ടുന്ന പോലെയല്ലേ പ്രവൃത്തികളൊക്കെ അല്ലേ കാണിച്ചു കൂട്ടുന്നത്, നാണമില്ലെന്നൊക്കെ പറയണം. ഇതേടെ പൂർണ്ണിമ ഇതേ ഋതിക സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് പറയണം. അച്ചു പറഞ്ഞു, എന്തിനാ ഋതിക നീ ഇങ്ങനെയൊക്കെ പറയണേ? ഇത് കേട്ടപ്പോ ഋതിക പറഞ്ഞു, പിന്നെ ഒരു ഫെലോഷിപ്പ് അതുകൊണ്ടൊന്നും ഇന്നത്തെ കാലത്ത് ഒരു പ്രയോജനമില്ല. ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിലേ പണം വേണം. എന്നെ കണ്ടുപിടിക്കുക, അത്രയും വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് സ്വന്തമായിട്ട് ഞാൻ നടത്തുന്നുണ്ട്. അതുപോലെയൊക്കെയാണത്. ചുമ്മാ ഒരു ഫെലോഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞു എന്തൊരു സന്തോഷമാന്ന് നോക്കിയേ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണ് പല്ലവിനെ. ഇതൊന്നും കേട്ട് പല്ലവി തളർന്നില്ല. പല്ലവി പറഞ്ഞു, അത് സാരമില്ല, നിങ്ങൾ ഈ ലഡു കഴിക്കാൻ പറഞ്ഞ് കൊണ്ടുവന്നപ്പോ സ്വാതി പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറയാം. ഋതു പറഞ്ഞു എനിക്ക് അത്രയും കൂടെ വേണ്ടാന്ന് പറയും. അപ്പത്തേനും ബേബിച്ചേച്ചി പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ പായസം ഉണ്ടാക്കിയത് അതെടുത്തോണ്ടിരാന്ന് പറയണം. അങ്ങനെ ബേബിച്ചേച്ചി പോയി പായസം എടുത്തോണ്ട് വന്നു. എല്ലാവർക്കും കൊടുത്തിട്ട് സ്വാതിക്ക് കൊടുത്തു. അപ്പൊ ഋതുവിന് വേണ്ടെന്ന് പറഞ്ഞ് ഋതു അവിടെ ഇരിക്കണം. സ്വാതിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോ സ്വാതി എന്ത് ചെയ്തു, ഗ്ലാസ് മേടിച്ചിട്ട് താഴേക്ക് ഒറ്റ ഇടിയിൽ അങ്ങോട്ട് ഇട്ടു. അയ്യോ പായസം താഴെ പോയില്ലെന്ന് ബേബിച്ചേച്ചി പറഞ്ഞു. ഞാൻ ഇപ്പൊ തന്നെ ക്ലീൻ ആക്കാന്ന് പറഞ്ഞിട്ട് ബേബിച്ചേച്ചി അങ്ങോട്ട് വന്നപ്പോഴത്തേനും ബേബിച്ചേച്ചി കാലിലേക്ക് ഒരു ചില്ല് കയറി. അയ്യോ എന്ന് പറഞ്ഞ് ബേബിച്ചേച്ചി കിടന്ന് നിലവിളിച്ചു. പൂർണ്ണിമ ഓടിച്ചിട്ട് എന്താ ബേബിച്ചേച്ചി ഒത്തിരി മുറിഞ്ഞോന്ന് ചോദിക്കാം. സാരില്ല വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പറയണ. വേണ്ട ഇത് നിശ്ചയം ചുമന്നോട് ചതച്ച ഞാൻ അങ്ങോട്ട് വെച്ചോളാം, അത് മാറിക്കോളെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പലരും ശരി ബേബിച്ചേച്ചി പൊക്കോ ഞാനത് ക്ലീൻ ആക്കാന്ന് പറയണേ. ഇത് കേട്ട പൂർണ്ണിമ പറഞ്ഞു മോള് ക്ലീൻ ആക്കാനും വേണ്ടാന്ന് പറയണം. ഇത് കേട്ട ഋതിക പറഞ്ഞു വേറെ ആരാ ക്ലീൻ ആക്കുന്നേ, അവള് തന്നെ ക്ലീൻ ആക്കട്ടെ എന്ന് പറയണം. ഇത് കേട്ട പല്ലവി പറഞ്ഞു ഞാൻ ക്ലീൻ ആയിക്കോളാം, എനിക്കിതൊരു കുഴപ്പമുള്ള പരിപാടിയല്ലെന്ന് പറയണം. പിന്നീട് പല്ലവി എന്ത് ചെയ്യുക, ഡസ്റ്റ്പാനും ഇതൊക്കെ എടുത്തോണ്ട് വേസ്റ്റ് ഒക്കെ എടുത്തോണ്ട് അത് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മൂന്തം ഭാഷ കയറി വരുന്നത്. മൂന്തം ഭാഷ കയറി വരുന്ന കാണുന്ന കാഴ്ച പല്ലവി അവിടെ ഇരുന്ന് തറയൊക്കെ തുടച്ച് ക്ലീൻ ആക്കുന്നതായിരുന്നു. മൂന്തം ഭാഷന് പെട്ടെന്നൊരു വിഷമമായിപ്പോയി. തന്റെ മോൾ ഇവിടെ വേലക്കാരിയാണോ എന്നൊരു ചിന്ത മാഷിനും ഉള്ളിലേക്ക് വരുന്നുണ്ട്. അച്ഛനെ കണ്ടതും ഭയങ്കര സന്തോഷത്തില് പല്ലവി ഓടി ചെല്ലുവാണ്. അപ്പൊ ഋതുക സ്വാധീനം നോക്കുവാണ്. മൂന്തം ഭാഷ പറഞ്ഞു മോൾ ഇവിടെ വേലക്കാരിയാന്ന് അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരത്തില്ലായിരുന്നു. വേലക്കാരി ആവാനായിട്ടാണോ മോൾ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു അച്ഛൻ എന്തൊക്കെയാ പറയണേ, ഞാൻ ഇവിടെ വേലക്കാരിയൊന്നും അല്ല, ഇതൊന്നും അല്ല. അച്ഛൻ ഇത് കണ്ട് തെറ്റിദ്ധരിക്കൊന്നും വേണ്ടാന്ന് പറയാം. എന്നാലും എനിക്ക് സങ്കടമായി മോളെ എന്ന് പറയണം. ഞാൻ പ്രതീക്ഷയോട് കൂടിയിട്ടാ മോൾക്ക് ഫെലോഷിപ്പ് കിട്ടിയപ്പോ ഈ പലഹാരം കൊണ്ട് തരാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാണ്. ഇത് കേട്ടിരുന്നപ്പോ ഋതികയ്ക്ക് സഹിച്ചില്ല. ഋതിക അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ഹോ വരവ് കണ്ടാ തോന്നൂല മോളെ കെട്ടിച്ചു വിട്ട വീട്ടിലേക്ക് വരുവാന്ന്, നാണമുണ്ടോ അച്ഛനാന്നും പറഞ്ഞ് കേറി വന്നിരിക്കുന്നു. നിങ്ങളൊക്കെ ഒരു അച്ഛനാണോ, ഒരു നട്ടലുള്ള ആളാണ് ഇങ്ങനെയൊക്കെ പറയുമോന്ന് ചോദിക്കുകയാണ്. മോളെ കണ്ടവന്റെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് കാണാനായിട്ട് വന്നിരിക്കുന്നു, എന്തൊരു അധികാരത്തോട് കൂടിയിട്ട്. ഇത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു ഋതിക നീ സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് പറയണം. ഞാൻ സംസാരിച്ച നിനക്കിപ്പോ എന്താ, അതെ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് സേതുവേട്ടനാന്ന് പറയാം. പിന്നെ ഒരു സേതുവേട്ടൻ വന്നിരിക്കുന്നു, ദേ എന്റെ വായിന്നൊന്നും കേക്കരുതെന്ന് പറയാണ്. പിന്നീട് മൂന്നാം മാഷിനെടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ വലിയ മാഷാന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നിനക്ക് നാണമുണ്ടോ, നിനക്ക് സ്വന്തം മോളെ കണ്ടവന്റോടെ ഇങ്ങനെ പറഞ്ഞു വിടാനായിട്ട്? ഡിവോഴ്സ് പോലും കഴിഞ്ഞിട്ടില്ല, അതിന്റെ കാര്യം പോലും അറിയത്തില്ല, എന്നിട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നു ഒരുത്തന്റെ കൂടെ ഇങ്ങോട്ട്. എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ പറഞ്ഞു വിട്ടിരിക്കുന്നത്? എന്നിട്ടോ നിങ്ങൾ നല്ല സുഖിച്ചു പോയി കിടന്നുറങ്ങുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകുന്ന സമയത്ത് മോളെയും വിളിച്ചോണ്ട് പോക്കണം, ഇവിടെ ഇനി ഒരു നിമിഷം പോലും ഇവിടെ കണ്ടേക്കരുതെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ മാഷ് പറഞ്ഞു ഇതേ മോളെ അങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം. എങ്ങനെ പറയരുത്, ഞാനേ ഈ പലഹാരം ഒന്ന് കൊണ്ടേ കൊടുക്കാൻ വന്നാ ഇപ്പൊ തന്നെ ഞാൻ തിരികെ പോയിക്കൊള്ളാന്ന് പറയണം. തന്റെ ഒരു പലഹാരം എന്ന് പറഞ്ഞ് അത് വഴിച്ച് ഒറ്റ ഏറെ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഭയങ്കര സങ്കടമായി പോയി മാഷിന്. മോളെ അങ്ങനെ ചെയ്യില്ലായിരുന്നു, ഞാൻ ഇവൾക്ക് ഇഷ്ടപ്പെട്ട ജിലേബിയെ കൊണ്ടുവന്നേന്ന് പറയണം. തന്റെ ഒരു പലഹാരം കടന്നു പോണെന്ന് പറയണം. ഇത് കേട്ടപ്പോ വല്ലേ പറഞ്ഞു ഋതിക നീ എന്തിനാ അത് വലിച്ചെറിഞ്ഞെന്ന് ചോദിക്കുവാണ്. അതെ അത് മാത്രല്ല വേണമെങ്കിൽ ഇതേ ഇയാളെ നിന്നെയും കൂടെ ഞാൻ വലിച്ചെറിയുമെന്ന് പറയണം. ഒന്നൊന്ന് കാണിച്ചേ, എന്റെ അച്ഛനെ തൊട്ട് കാണിച്ചെന്ന് പറയണം. ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് മാഷിനെ നെഞ്ചി പിടിച്ച് ഒറ്റ തള്ളായിരുന്നു. മാഷും കൂടെ വീഴാൻ പോയി. അത് കണ്ടിട്ട് സഹിച്ചില്ല പല്ലവിക്ക്. പല്ലവി എന്ത് ചെയ്തു, നീ എന്റെ അച്ഛനെ തള്ളു അല്ലേടും ചോദിച്ചിട്ട് വന്ന ഋതികയുടെ കാരണം തീർത്ത് ഒറ്റ ഒരു അടിയായിരുന്നു. ഋതിക വേച്ചു പോയി. പെട്ടെന്ന് ഋതിക പറഞ്ഞു നീ എന്നെ തല്ലു അല്ലേന്ന് ചോദിച്ചിട്ട് പിന്നീട് അവിടെ കിടന്ന് മല്ലിപ്പെടുത്തുക. ഈ സമയത്ത് മാഷോടൊന്ന് വേണ്ട മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. രണ്ടുപേരും അവിടെ കിടന്ന് ഗുസ്തി പിടിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പൂർണ്ണാമ്മ ഓടിയിരുന്നത്. പൂർണ്ണാമ്മ ഓടിന്നിട്ട് എന്തായി കാണിക്കാന്ന് ചോദിച്ച് രണ്ടുപേരെ മാറ്റി വിടുവാണ്.
പെട്ടെന്ന് പൂർണ്ണമയ്ക്ക് എന്തോ ഒരു വിഷമം തോന്നി. പൂർണ്ണമ ഇങ്ങനെ ആ തുണയിലേക്ക് ഇങ്ങനെ ചാരി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും പല്ലവി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണമ ഇങ്ങനെ വീഴാൻ പോകുന്നത് തോന്നി. അപ്പോഴാണ് സേതു അങ്ങോട്ട് വരുന്നത്. പൂർണ്ണമെന്ന് പറഞ്ഞ് ഓടിപ്പോയി സേതു താങ്ങുവാണ് പൂർണ്ണമേനെ. അപ്പോഴേക്കും അച്ചു പിടിച്ചിട്ട് ദേ ഋതു നീ കുറച്ച് വെള്ളമൊക്കെ എടുത്തോണ്ട് വരാൻ പറയണം. പക്ഷെ വെള്ളം മുഖത്ത് കളിച്ചിട്ടൊന്നും പൂർണ്ണമയ്ക്ക് ബോധം തെളിഞ്ഞിട്ടില്ല. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് പല്ലവിയും സേതുവും കൂടെ പോയിട്ട്. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ മുകുന്ദമാഷ് നിൽക്കുക. മുകുന്ദമാഷിന്റെ അടുത്തേക്ക് ഋതു എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ വെറുതെ പെടുത്തില്ലെന്ന് പറയണം. ഇത് കേട്ട മാഷ് പറഞ്ഞു, എന്റെ കയ്യിലാ തെറ്റ്, ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. സോറി ഇട്ട മോളെ. അതെ ഇന്ദ്രന് എന്തേലും എന്റെ മോളെ ചെയ്യുമെന്ന് ഓർത്തിട്ടാ ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് വിട്ടതാ. ഒരു പക്ഷെ ഇവിടെ ആയിരുന്നെങ്കിൽ അവള് സേഫ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. ഇനി ഞാൻ ഒരിക്കലും അവളെ ഇങ്ങോട്ട് വരത്തില്ല. അവളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. അവൾ ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വിടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നും മാഷ് അങ്ങോട്ട് ഇറങ്ങി പോവാ. ഇത് അങ്ങനെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഹൃദയക്കും സ്വാതിക്കും ഭയങ്കര സന്തോഷമായി. അവര് പരസ്പരം കൈ കോർത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഇനിയിപ്പോ എന്തൊക്കെ സംഭവിച്ചെന്ന് അറിയത്തില്ലേ. പൂർണ്ണമയ്ക്ക് വലിയ അപകടമാണോ, അനിയിപ്പം പൂർണ്ണ ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ എന്നൊക്കെ അറിയണ്ടേ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.